Heaven. Nice view. Hello guys, good morning. നമ്മുടെ പുതിയ ഫ്ലാറ്റിലെ ഫസ്റ്റ് ഡേ. ഒരു പില്ലോ പോലും ഇല്ല. ഇന്ന് എല്ലാ സാധനങ്ങളും മേടിക്കണം. ഞാൻ ഓൾറെഡി ഞാനൊരു 6 മണിയൊക്കെ 7 മണിയൊക്കെ എണീറ്റിട്ട് പപ്പയ്ക്ക് അമ്മയ്ക്ക് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടാണ് വീണ്ടും കിടന്നത്. കാരണം അവർ നേരത്തെ എണീക്കുന്നവർ നേരത്തെ എണീറ്റ് നേരത്തെ ഫുഡ് കഴിക്കുന്നത്. സോ അതുകൊണ്ട് ഞാനൊരു 7 മണിയൊക്കെ എണീറ്റ്. അയ്യോ, ഇവിടുത്തെ മോർണിംഗ് വ്യൂ ഉണ്ടല്ലോ, എന്ത് രസമായിരുന്നു അറിയാം. സോ ഗൈസ്, പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ലെറ്റ്സ് ഗോ. നമസ്കാരം. ഗുഡ് മോർണിംഗ്. അമ്മ എവിടെ? പുറത്ത് പോകാം പപ്പാ. ഇന്ന് കുറച്ച് സാധനമൊക്കെ മേടിക്കണം. ഇന്ന് ഹോം ടൂർ ആയിട്ടില്ല. ഹോം ടൂർ നമ്മൾ ഫുള്ള് സെറ്റാക്കിയതിന് ശേഷം ഹോം ടൂർ ചെയ്യാം. ഇനി കുറേ സാധനങ്ങളെല്ലാം ഷിഫ്റ്റ് ചെയ്യണം. കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ട് വീട്ടിലത്തേക്ക്. എന്ത് ചെരുപ്പ് പൊട്ടിയാ? ചെരുപ്പ് വാഴൂല. അമ്മയ്ക്ക് അങ്ങനത്തെ പ്രശ്നമുണ്ട്. എങ്ങനെ പൊട്ടിയതിപ്പം? നടക്കാൻ പോയാ? നടക്കാൻ പോയി രണ്ടുപേരും കൂടി? എവിടെ പോയി? എന്നിട്ട് ആരെങ്കിലും പരിചയപ്പെട്ടാ? അപ്പോൾ നമ്മൾ ലുലുവിൽ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിക്കാം. ചെരുപ്പ് മേടിക്കാം. ഓക്കെ, ഞാൻ പോയത് ഫ്രഷ് ആയിട്ട് വരാം. നമ്മളിപ്പം ലുലുവിലാണ് പോണേ. ലുലുവിൽ പോയിട്ട് അല്ലേ അപ്പാ? നമുക്ക് നേരെ ലുലുവിൽ പോയിട്ട് സാധനങ്ങൾ മേടിക്കാനുണ്ട്. ലോഡ് സാധനങ്ങളൊന്നും ഇല്ല, എന്നാലും കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ബാക്കി നമ്മുടെ പഴയ അവിടെ തന്നെ എടുക്കും. ലെറ്റ്സ് ഗോ ലുലു. പക്ഷേ ലുലുവിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വീഡിയോ എടുത്തുകൂടാ. നമ്മൾ ലുലുവിലെത്തി. ഇന്ന് വലിയ തിരക്കില്ല. ഇന്നലല്ല മെനിഞ്ഞാന്ന് വരെ മറ്റേ ഫ്ലാറ്റ് 50 ഓഫ് ഉണ്ടായിരുന്നു. നല്ല തിരക്കെന്ന് അറിഞ്ഞത്. പക്ഷേ ഇപ്പോൾ ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ ഒരു തിരക്കുമില്ല. എൻ്റെ മുഖത്തൊരു ഉറക്കക്ഷീണുണ്ടല്ലേ, ചെറിയൊരു ഉറക്കക്ഷീണുണ്ട്. അപ്പോൾ നമുക്ക് അകത്തോട്ടിന് ക്യാമറ ലോഡിയും കുഴപ്പമൊന്നുമില്ല. എന്നാലും നമുക്ക് പറ്റുന്ന പോലെ ഷൂട്ട് ചെയ്യാം. നേരെ ഹൈപ്പറിലോട്ട് പോവാം. സാധനങ്ങൾ മേടിക്കണം. ഞാൻ ആദ്യമായിട്ട് പിസ്സ കഴിക്കുകയാണ്. കഴിച്ചു നോക്കി. ടേസ്റ്റ് ഒന്ന് എങ്ങനെയുണ്ടെന്ന് പറ. ആദ്യം കഴിക്കുക. കള്ളം പറയണ. കൊള്ളാമോ? പപ്പ കഴിച്ചു നോക്ക്. ടേസ്റ്റ് നോക്കി നോക്ക്. ഇച്ചിരി ടേസ്റ്റ് നോക്ക്. അത് കഴിച്ച് എങ്ങനെ അറിയാൻ പറ്റുന്നേ? എങ്ങനെയുണ്ട്? കൊള്ളാമോ? നോക്ക്. മെട്രോ ഏത് എടുത്തോ. നമ്മൾ അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിച്ച് ബെഡ്ഷീറ്റ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട്. വീഴോ? ഇനി നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലോട്ട് കയറാൻ പോവാണ്. ക്യാമറ അലൗഡ് അല്ല ഹൈപ്പർ മാർക്കറ്റിൽ. അലൗഡ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ എടുക്കാം, അത്രേ ഉള്ളൂ. ഇനി വീട്ടു സാധനങ്ങൾ മേടിക്കുന്ന ചടങ്ങിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഹൈപ്പർ മാർക്കറ്റ്. അയ്യോ, അങ്ങനെ വീട്ടിലത്തേക്കുള്ള അത്യാവശ്യം കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് ഇനി ഇന്ന് തന്നെ ഇവിടെ നല്ല നെറ്റ് കണക്ഷൻ ആകാൻ നോക്കിയിട്ട് അത് വിളിച്ച് സെറ്റാക്കണം. കാരണം നമുക്ക് 2 ദിവസത്തിനകത്ത് പി സി ഷിഫ്റ്റ് ചെയ്യണം. എന്നിട്ട് ലൈവ് കുറേ പെൻഡിങ് ആയി. ഇപ്പോൾ ലൈവും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. സോ ഇനി ഇവിടുത്തെ നല്ല നെറ്റ് കണക്ഷൻ ഏതാണോ എന്തോ. എല്ലാ പ്രാവശ്യം നെറ്റ് നല്ലത് എടുത്തില്ലെങ്കിൽ പാടാറുണ്ട്. നോക്കാം എന്തായാലും. എന്തൊക്കെ വാങ്ങി ഇന്ന്? ഒമ്പോ, നാളെ ഇൻകം ടാക്സ് വീട്ടിൽ വന്നിരിക്കും. ഒരുമാതിരി കള്ളം പറയല്ലേ? മടിയായിട്ടോ ഇവിടെ. കുടുംബ തർക്കമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ. നമ്മള് എന്തൊക്കെ വാങ്ങി? കംഫർട്ട് വാങ്ങി. ഇനി എന്റെ അവിടെ നിന്ന് കൊണ്ടുവരാനുള്ള എന്റെ കുറെ തുണിയുണ്ട്.
എല്ലാ റൂമിലുള്ള മാറ്റ് മേടിച്ച് മാറ്റ് മേടിച്ചു. ബെഡ്ഷീറ്റ് എല്ലാ റൂമിലെന്തെങ്കിലും ബെഡ്ഷീറ്റ് എനിക്ക് കൊണ്ടുപോകാം. ബക്കറ്റ്, തുണി, ബ്രഷ്, നമ്മള് ക്ലോക്ക് മേടിച്ച്. സോ ഇപ്പൊ ഞാൻ നേരെ വീട്ടിലോട്ട് പോവാണ്. വീട്ടിലോട്ട് പോയിട്ട് നമ്മൾ ജിമ്മിൽ പോയിട്ട് ഇപ്പം 10, 13, 14 ദിവസമായി ഇപ്പൊ ജിമ്മിൽ പോയിട്ട്. മലേഷ്യൻ ട്രിപ്പ് പോയതിനു ശേഷം ഇതുവരെയും ജിമ്മിൽ പോകാൻ പറ്റിയിട്ടില്ല. തിരക്കാണ്. ഈ വീട് ഇതുവരെ ഷിഫ്റ്റ് ചെയ്ത് മര്യാദയ്ക്കൊന്നും ഷിഫ്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പോഴും മോസ്റ്റ് ഓഫ് ദ സാധനങ്ങൾ അവിടെ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ കുറേ സാധനങ്ങൾ പുതിയ ഫ്ലാറ്റിലോട്ട് വാങ്ങിയെന്നേ ഉള്ളൂ. നാളെ ഒരു വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എല്ലാ സാധനങ്ങളും കയറ്റണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ജിമ്മിൽ പോകണം, വർക്കൗട്ട് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരണം, ലൈവ് ഇടണം. എനിക്കൊരു TV നോക്കണമെന്നുണ്ട്. കാരണം ഇവിടെ ഒരു കുറവെന്ന് പറയാനായിട്ട് TV മാത്രമാണ് ഉള്ളത്. ഇന്ന് ഞാൻ ലുലു പോയപ്പം TV നോക്കിയായിരുന്നു, പക്ഷേ അങ്ങോട്ട് സെറ്റായില്ല. ചേട്ടാ ഒന്ന് അടങ്ങ് ചേട്ടാ, ഒരു പൊടിക്ക് ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടാൽ കണ്ടുകൂടെ? കൊല്ലാനായിട്ടാണ് ഇവിടെ ഉള്ള ഒരു വണ്ടി ഓടിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ കറണ്ട് ഫിസിക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കാണുന്ന എല്ലാവരും ചോദിക്കുക ഇപ്പം ജിമ്മിൽ പോകുന്നില്ലേന്ന്. അങ്ങനെ തന്നെയാണ് ചോദിക്കുന്നത്, ജിമ്മിൽ പോകുന്നില്ലെന്ന്. കാരണം ഞാൻ ഉണങ്ങി ശോഷിച്ചു. സാധാരണ എല്ലാവരും ട്രിപ്പ് പോകുമ്പോൾ വെട്ടി വിഴുങ്ങി വയറും തള്ളിച്ച് കവിളും ഇതാക്കിയിട്ട് കവിളൊക്കെ പുട്ട് കണക്കാക്കിയിട്ടാണ് എല്ലാവരും വരുന്നത്. ഞാൻ ട്രിപ്പ് പോയപ്പോഴത്തേക്കും ഞാൻ കഴിച്ചു, പക്ഷേ ഞാൻ വണ്ണം വെച്ചില്ല. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ അതാണ് ഞാൻ പറയാൻ പോകുന്ന അടുത്ത കാര്യം. നമ്മുടെ 14 ദിവസമായിട്ട് നമ്മുടെ ബോർഡിങ്ങിലാണ്. പക്ഷേ ഞാൻ പറയാലോ, ഓറിയാന അത്രയ്ക്ക് ട്രസ്റ്റഡാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എനിക്കത്ര ട്രസ്റ്റഡാണ് അവർ. അതുകൊണ്ടാണ് ഞാൻ ഒരു ടെൻഷനും ഇല്ലാത്ത. കാരണം അവർ എല്ലാ ദിവസത്തെയും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, ഫുഡ് കൊടുക്കുന്ന അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ പ്രോപ്പറായിട്ട് അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടെൻഷനില്ല. മിസ് ചെയ്യുന്നുണ്ട് അവളെ ശരിക്കും പറയുകയാണെങ്കിൽ. ഇനിയിപ്പം പുതിയ ഫ്ലാറ്റിൽ കൊണ്ടുവരുമ്പോൾ അവൾ എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ റെസ്പോണ്ട് ചെയ്യുന്നത്. കാരണം അങ്ങനെ ഇതുവരെയും അവൾ ജനിച്ചതിന് ശേഷം ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തോട്ട് മാത്രമേ അവൾ മാറിയിട്ടുള്ളൂ. എന്നാലും കുഴപ്പമില്ല, കുറച്ച് ദിവസം ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അവളുടെ കാര്യം എനിക്ക് റൊട്ടീനിൽ കൊണ്ടുവരണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. സോ ഞാൻ എന്തായാലും ഇപ്പം നേരെ ജിമ്മിൽ പോട്ടെ. ഫുൾ അപ്പർ ബോഡി വർക്കൗട്ട് ആയിരിക്കും. എല്ലാം ഒരു 2 സെറ്റൊക്കെ വെച്ചിട്ട് ഒരു കാര്യം കാണിച്ചു തരാം. വെയിറ്റ് ഇതുണ്ടോ, നമ്മളെ കാക്കനാട് പണി ഇതുവരെ എത്തി. പണി നടന്നുകൊണ്ടിരിക്കുക. ഇതെന്ത് കിടിലൻ റോഡായിരുന്നു പറയട്ടെ. ഇവിടെ ഫുള്ള് ആൾക്കാരൊക്കെ രാത്രി ഇരിക്കാനും നടക്കാനൊക്കെ വരുമായിരുന്നു. ഈ പണി തുടങ്ങിയ ശേഷം ഒരു മനുഷ്യൻ ഇങ്ങോട്ട് നോക്കത്തില്ല. ഒടുക്കത്തെ ബ്ലോക്കും. ഇവിടെ വണ്ടിയേ കുറവായിരുന്നു ഭയങ്കര. ഡ്രസ്സ് ചെയ്തു ഇറങ്ങി. ഇനി നമുക്ക് നേരെ ജിമ്മിലോട്ട് പോകാം. അപ്പോൾ ഇതൊക്കെ എന്ത് ടൈറ്റായിരുന്നു അറിയാം എനിക്ക്. ഇതൊക്കെ ഇപ്പം ലൂസായി, ശോഷിച്ചു. കാലിസ്റ്റനിക്സ് ചെയ്യാൻ പോവാണ്. അപ്പം ഞെട്ടും എല്ലാവരും നോക്കിക്കോണേ. യെസ്, ഇങ്ങനെയോ? ദൈവമേ, പറ്റുന്നില്ല. ചെയ്തേ നോക്കട്ടെ. യെസ്, ഇവിടുത്തെ പ്രൊഫഷണൽ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ഞാൻ ചെയ്ത പോലെയല്ല, ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഓ ദാറ്റ്സ് കൂൾ. അമ്മച്ചി, ഇതുപോലെയൊക്കെ ചെയ്താൽ നട്ടെല്ലൊക്കെ വെട്ടി ഞാൻ ഇന്ന് തന്നെ കിടപ്പാവും. എന്തത് ഈ ബാൻഡ് ചെയ്ത് നോക്കാം. ബാൻഡ് എങ്ങനെയാണ് പിടിക്കേണ്ട? ഇങ്ങനെ വെച്ചിട്ട് ഇപ്പം കാണിച്ചു തരാം. ഇപ്പം ഞെട്ടും. ഇപ്പം ശരിയായി തരാം. ഇപ്പം വീണ് ചെസ്റ്റോട് മടക്കി ഇങ്ങനെ നിൽക്കി. ഇനി ഒരെണ്ണം വിടാ, വേണ്ട പച്ചിരി. നമുക്ക് പതുക്കെ ചെയ്താൽ പോലെ. ഞാൻ ഇപ്പോഴത്തെ ശോചനീയ അവസ്ഥ കാണിച്ചു തരാം. പക്ഷേ ഇതിനി നമുക്ക് ബൾക്ക് ചെയ്തെടുക്കണം. വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ വാംപ്പ് ചെയ്യാം. വാംപ്പ് പ്രോപ്പറായിട്ട് ചെയ്യണം. കാരണം നമ്മൾ നല്ല ബ്രേക്ക് എടുത്തിട്ട് വരുമ്പോൾ നന്നായിട്ട് വാംപ്പ് ചെയ്യണം. ഓക്കെ, സോ വാംപ്പ് ചെയ്യാൻ നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. സ്ഥിരം നിങ്ങൾ വാമ്പെല്ലാം കണ്ടോളുണ്ടല്ലോ. സോ വാംപ്പ് ചെയ്തിട്ട് വരാം. ഫേസ് സ്കാൻ ആവില്ല. മുടി വളർന്നുകൊണ്ടിരിക്കുന്ന തോറും ഫേസ് സ്കാൻ ആവാത്ത നമ്മുടെ ജീവൻ വർക്കൗട്ട് ചെയ്യണ. ഇപ്പോൾ പോവോ? കാണാൻ വന്നേ? പോവാ
ആ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോണ വിത്ത് മൈ ജിം ബ്രോ. അജുവിൻ്റെ അജുവാണോ? എത്ര സെറ്റാ? എത്ര അപ്പാ? അപ്പോൾ നമ്മൾ 3 സെറ്റ് പുള്ളപ്പ് അടിച്ചിട്ട് വരാം. ഓക്കെ, അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ലാറ്റ് പുൾ ഡൗൺ ആണ്. ലാറ്റ് പുൾ ഡൗൺ 3 സെറ്റ്. ഫെയിലിയർ അല്ലേ? ഫെയിലിയർ ഉണ്ടല്ലേ? 12 റെപ്പ് വെച്ചടിച്ചാൽ പോരെ? 10 മതി. എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും ബ്രേക്ക് എടുക്കുന്നത്. കല്യാണത്തിന് പോയതായിരുന്നു ഏറ്റവും വലിയ ബ്രേക്ക്. പക്ഷേ കല്യാണത്തിന് എപ്പോഴും ഞാൻ നാട്ടിൽ ജിമ്മിൽ പോകുമായിരുന്നു. ഇത് കുറച്ച് അധികമായിപ്പോയി. എന്നെ കൊണ്ട് പറ്റുന്നില്ല. 60 കിലോ ഒക്കെ ഫസ്റ്റ് വാം സെറ്റ് അടിച്ചുകൊണ്ടിരുന്നിട്ട് പറ്റില്ല. ഇപ്പം വാം സെറ്റ് പോലെ അടിച്ചുകൊണ്ടിരുന്ന 60 kg ഒക്കെ പോകുന്നില്ല ഇപ്പോൾ. അയ്യോ, ബ്രേക്ക് എടുക്കല്ലേ ഒരിക്കലും. സപ്പോർട്ട് 5 more. ചത്ത്. എൻ്റെ മസിൽസൊക്കെ റിയലൈസ് ചെയ്ത് ഞാൻ ജിമ്മിൽ കയറിയെന്ന്. ഞരമ്പൊക്കെ ഇങ്ങനെ പുറത്ത് വന്നു. 10 റെപ്പ് അല്ലേ? 15 വാം സെറ്റ്. ആ 1 2 3 4 5 അയ്യോ, 70 തുടങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. Three, 4, 5, 6, 7, 8, 9, 10. Yes, incline dumbbell press. Last set. അടുത്തതായിട്ട് ചെസ്റ്റ് സപ്പോർട്ടഡ് ടി-ബാർ റോ ആണ് ചെയ്യുന്നത്. നമ്മൾ മിക്സപ്പ് ആക്കിയിട്ടാണ് ചെയ്യുന്നത്. അതാകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ഒരു മടുപ്പ് വരത്തില്ല. അയ്യാ, പോയി. ഓക്കെ, നൈസ്. കേബിൾ ഹൈറ്റ് ടു ലോ നീസിൽ ചെയ്യാം. അതാകുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് കിട്ടും. 6, 7, 8, 10. അടുത്ത് കേബിൾ പുൾ ഓവർ ചെയ്യാൻ പോവാ.
ചെസ്റ്റ് ഫ്ലൈസ് ആണ്. ചെസ്റ്റ് ഫ്ലൈസ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബൈസും റൈസും കൂടി ചെയ്താൽ മതി. നമ്മുടെ വർക്കൗട്ട് റാപ്പ് ചെയ്യാം. നല്ല ടയേർഡാവുന്നു. ഷോൾഡർ ഉണ്ടല്ലേ? Oh my God. കീറി. സത്യം പറയല്ല, ടയർഡായി. പക്ഷേ കുറേ സമയം ബ്രേക്കിലാണെങ്കിൽ കൂടി പമ്പ് ഈസ് ഗുഡ്. നോ, പെട്ടെന്ന് പമ്പൊക്കെ സെറ്റാണ്. വാൻ പഠിക്കല്ലേ? ഓക്കെ, ഫുൾ റേഞ്ച് 15. 2 3 4 1 2 15 ജാഫ്രപ്പാ. 2 3 4 5 6 7 8 9 10 5 4 3 2 1. I'm done. മരിക്കാൻ റെഡിയാണോ? എങ്ങനെ മരിക്കുമെന്ന് കാണിച്ചു തരാം. 10. Ah. 1 2 3 4 5 6 3 2. അമ്മച്ചിയെ. ലാസ്റ്റ് റെപ്പ്. 6 10. പോകുന്നില്ല. എൻ്റെ കുഴപ്പമല്ലേ, എനിക്കിച്ചിരി പവർ കൂടിപ്പോയി. എനിക്കിച്ചിരി പവർ ഉണ്ടായെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനാ? പൊട്ടി. ഇതൊരു ക്രെഡിറ്റായിട്ട് ഞാൻ കാണുന്നു. ഓവർ ഹെഡ് എക്സ്റ്റൻഷൻ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബൈസെപ്സ് കൂടിയേ ഉള്ളൂ. ട്രൈസെപ്സിൻ്റെ ലാസ്റ്റ് വർക്കൗട്ട് ഓവർ ഹെഡ് എക്സ്റ്റൻഷൻ. അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പരിപാടി റാപ്പ് ചെയ്യാം. ഇന്ന് നല്ല ടയേർഡായി. ലെറ്റ്സ് ഗോ. നമ്മുടെ ലാസ്റ്റ് വർക്കൗട്ട് ബൈസെപ്സിൻ്റെ പ്രീച്ചർ കേൾ. ഭൂമി 1 2 3 4 5 6 7 8 9 2. നമ്മുടെ ഇന്നത്തെ വർക്കൗട്ട് എല്ലാം കഴിഞ്ഞ് പമ്പ് കാണിച്ചു തരാം. ലാസ്റ്റ് ശ്രീത് ബ്രോ വീഡിയോ വന്നപ്പോൾ ഉള്ള പോലെയല്ല ഇപ്പോൾ. ആനയായി ആന. കണ്ണുവിടലാരും കണ്ണു വയ്ക്കല്ലെന്ന് പറഞ്ഞാലും.
ഓക്കെ ബൈ ബൈ, ലെറ്റ്സ് റാപ്പ് ബ്ലൂപ്പടി. ഗൈസ് ഇന്നോട്ട് നമ്മൾ ക്രിയാറ്റിൻ സ്റ്റാർട്ട് ചെയ്യാണ്. ക്രിയാറ്റിൻ ആൻഡ് പ്രോട്ടീൻ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ ജേണി. അതേമേ എല്ലാ ദിവസവും ഇതുപോലെ പ്രോട്ടീൻ കഴിക്കാൻ പറ്റണേ. നിങ്ങൾ ഒരിക്കൽ ഇത് മുടങ്ങി നമ്മൾ ഉറപ്പായിട്ടും നമുക്ക് എന്തെങ്കിലുമൊക്കെ മൊണ്ടി വരും, പനി വരാം, എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരാം. സോ നമുക്ക് എന്തായാലും ഒരു ബ്രേക്ക് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വരും. പക്ഷെ റീസ്റ്റാർട്ട് ചെയ്യുന്നതിലാണ് കാര്യം. ഇതും കുടിച്ച് നല്ലൊരു ഫുഡും ഓർഡർ ചെയ്ത്, കാരണം ഹെൽത്തിക്കോ ഞാനിപ്പോൾ ഷിഫ്റ്റിംഗ് ആയതുകൊണ്ട് ഞാൻ ബ്രേക്ക് ചെയ്തു. ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇനി മതിയെന്ന് പറഞ്ഞു. സോ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് പോയി ലൈവ് ഇടാം. ബൈ ഗൈസ്, ലൈവ് ചെയ്തിട്ട് വരാം. ഇനി ലൈവ് ചെയ്തിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോകും. അയ്യോ ലൈവ് ചെയ്തിട്ട് നമ്മൾ നേരെ കുറച്ച് അടുക്കാനും പറക്കാനൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ട് പരിപാടി തുടങ്ങും. അപ്പോൾ ഇപ്പോൾ ലൈവ് 2 മണിക്കൂറെങ്കിൽ ലൈവ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. ബൈ, ലൈവ് ഇട്ടാ. യു നോ ഹൗസ് ദ ടൈം നൗ. 1-2 പറ്റുന്ന പോലെയൊക്കെ ചെയ്യാൻ പോവാ ഗൈസ്. അതായത് ഇപ്പം ഞാൻ കുറേ നല്ല തുണിയുണ്ട്, ആ തുണി എല്ലാം പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ഹൗസ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേട്ടന്മാരെ വിളിച്ച്, അപ്പോൾ ഇവരെന്നെ അങ്ങോട്ട് ആക്കിത്തരും സാധനങ്ങളെല്ലാം. കൂട്ടുകാരാ ഷിഫ്റ്റിംഗ് ആണോ? ഷിഫ്റ്റിംഗ് ആണല്ലേ? ഇത് കണ്ടോ, ഒരു കുന്നുണ്ട്. നമ്മുടെ കൂടെ ഉള്ള ആരാ നോക്കൂ. ഇപ്പൊ സമയം എത്രയാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? 1:47. എന്തൊരു വൃത്തികെട്ട ദിവസമായിരുന്നു പറയട്ടെ ഇന്ന്. അയ്യോ ദേ അളി നോക്കി, അളി ചത്ത് വിയർത്ത്. എത്ര ജീവിതത്തിൽ വേർത്തിട്ടില്ല ഇങ്ങനെ. എന്റെ അച്ഛൻ കണ്ട് എന്ത് വിഷമിക്കും. ഞാൻ ഇതുപോലെ വെറുത്തൊരു ദിവസമല്ലേ. എന്തൊക്കെയും നടന്നെന്നറിയാമോ? ഹോസ്പിറ്റൽ കേസ്, ഷിഫ്റ്റിങ്, അതിൻ്റെ ഇടയ്ക്ക് കൂടി വേറെ കുറേ മുണ്ടി. അയ്യോ നമ്മുടെ കൂട്ടത്തിലൊരു പയ്യനെ കാണാണ്ടായി. അങ്ങനെ ഒരു ഓൾമോസ്റ്റ് സാധനങ്ങൾ ഇതെല്ലാം ഷിഫ്റ്റ് ചെയ്തതാണിപ്പോൾ. വേണ്ട നമ്മുടെ PC എല്ലാം കൊണ്ടുവന്ന് വിയർത്ത് ജഡമായി. ഇത്രയും ഡ്രാസ്റ്റിക് ഒരു എന്താ പറയുക, മുഷിഞ്ഞ് അലഞ്ഞ ഒരു ദിവസമില്ല. വേറെ ഒന്നുമില്ല, പപ്പയ്ക്ക് ചെറുതായിട്ടൊന്ന് എന്താ പറയുക BP ഹൈ ആയി. അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയി തിരിച്ചു വന്നു. അതിൻ്റെ ഇടയ്ക്കൂടി ഈ ഷിഫ്റ്റ് ചെയ്തതിൻ്റെ ഇടയ്ക്കൂടിയാണ് അതും പോവേണ്ടി വന്നത്. അങ്ങനെ അതെല്ലാം പോയി എല്ലാം കാണിച്ച് തിരിച്ചു വന്നു. ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇപ്പോഴാണ് ആലോചിക്കുന്നത് എന്തോരം സാധനങ്ങളാണ്. മറ്റേ കാർഡ്ബോർഡ് ബോക്സിൻ്റെ അകത്ത് ടോയ്സ്, തുണികള്, എന്തൊക്കെയാണെന്ന് അറിയോ? അമ്പലപ്പുറം, പിന്നെ ഗ്ലാസ്, പൊട്ടാസ്, തോക്ക്, അതൊക്കെ സത്യങ്ങൾ പറ. എൻ്റെ മെമ്മറീസിനെ പറയല്ലേ. പിന്നെ പൊട്ടാസ് കളയാൻ പറ്റുമോ? നൊസ്റ്റാൾജിക്കായിട്ട് ഞാൻ പണ്ട് തൊട്ട് കാത്തു സൂക്ഷിച്ച് വരുന്ന എൻ്റെ ഒരു സ്വഭാവമാണത്. വേണ്ടാത്തത് എല്ലാം അവിടെ കളഞ്ഞിട്ട് തന്നെയാണ് വന്നത്. ഓക്കെ, അവിടെ കളയാനുള്ള സാധനങ്ങളെല്ലാം അവിടെ കളഞ്ഞിട്ടാണ് വന്നത്. ന്യൂ ലൈഫ്, ന്യൂ ബിഗിനിങ്. അമ്മ ഇവിടെ കുറച്ച് നാളുകൂടി നിൽക്കാനാണ് വന്നത്. പക്ഷേ അമ്മ പോകുന്ന പറഞ്ഞേ. അപ്പോൾ ഇന്ന് പോയിട്ട് അമ്മ അടുത്ത മാസം വരാമെന്ന് പറഞ്ഞു. പിന്നെ നാളെ ഇവിടെ കിരപ്പൻ, അലീന അവരൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ബാംഗ്ലൂർ സ്കൗട്ട് റീയൂണൈറ്റ് ചെയ്യാൻ പോവാണ്. വേറെ അപ്പോൾ നാളെ 11 മണിക്കാണ് അമ്മയ്ക്കും അപ്പയ്ക്കും തിരിച്ച് വന്നേ ഭാരത് ട്രെയിൻ ബുക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ രാവിലെ അവർ പോവുകയാണ്. അപ്പോൾ ബൈ. പോവാണോ? യെസ്, ടാറ്റാ. വന്നോണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിൽ അതിഥികളെത്തി. ആദ്യത്തെ ഗസ്റ്റ് കിറപ്പൻ, അലീന, റെക്സ്. കഴിക്കാൻ പോകും. അതാണ് ഇവിടെ കുറച്ച് ജോലിയൊക്കെ ഉണ്ട്. വേറൊരു ഗസ്റ്റ് ഉണ്ട്. അങ്ങോട്ട് കങ്കൂരിന്റെ മോനെ അങ്ങോട്ട് പോയത് ജീവണ്. ഇതപ്പോൾ നമ്മൾ കഴിക്കാൻ പോവാണ്. ഈ വ്ളോഗ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തെന്നോ എവിടെ എൻഡ് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. എവിടെ നിന്നൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഓരോ ദിവസത്തെ ഓരോ ക്ലിപ്പ് പോണ്. നമ്മുടെ കൂടെ വീട് വൃത്തിയാക്കാൻ ചേരുന്നു കിരപ്പൻ ആൻഡ് റെക്സ്, പിന്നെ യൂക്കി. അയ്യോ അയ്യോ യോ 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 താരത്.
അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ക്ലീൻ ആക്കിയിട്ടുണ്ട്. നല്ല പണിയായിരുന്നു. കുറച്ച് പാളിച്ചകൾ പറ്റി വൈഫൈ ഒക്കെ വെച്ചത്. സോ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മുടെ പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. സാധനങ്ങളെല്ലാം സെറ്റാക്കി. നമ്മുടെ പുതിയ സ്പേസ് അത്യാവശ്യം നമ്മൾ അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതായത് കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കിച്ചണിലത്തേക്കുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കാറുണ്ട്. ഇന്നലെ അമ്മയും പപ്പയും പോയതിന് ശേഷം മെനിഞ്ഞാന്ന് അമ്മയും പപ്പയും പോയതിന് ശേഷം ഇന്നലെ ഇന്നും കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പണിയെടുത്ത് വിചാരിക്കുന്ന കണക്കേ പ്രത്യേകിച്ച് ഞങ്ങളുടെ കേസിലാണെങ്കിൽ ഞങ്ങൾക്ക് കമ്പ്യൂട്ടറുണ്ട്, ഗാഡ്ജറ്റ്സ് ഉണ്ട്. ഇതെല്ലാം ഒരിടത്തുനിന്ന് വേറൊരിടത്ത് കൊണ്ട് വെക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക്. പിന്നെ നെറ്റാണെങ്കിൽ നമ്മൾ നെറ്റെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷേ എയർ ഫൈബറാണ് നമ്മൾ എടുത്തത്. അപ്പോൾ എയർ ഫൈബർ സ്റ്റേബിൾ ആയിരിക്കത്തില്ല, ഫ്ലക്ച്വേഷൻ വരും നെറ്റിന്. അപ്പോൾ അതുകൊണ്ട് ഇനി വേറെ ബ്രോഡ്ബാൻഡ് കണക്ഷൻ നോക്കണം. കിരപ്പനും അലീനയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റെക്സും സോയും ഒക്കെ ഉണ്ടായിരുന്നു. ടുബോർഗ് ഉണ്ടായിരുന്നു. നമ്മുടെ പഴയ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തൊരു പാടുണ്ടായെന്ന് അറിയാമോ. അവൻ കൂടിയെല്ലാം ഉണ്ടാകുന്ന നടന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വെച്ച് കിരപ്പനും അലീനൊക്കെ വന്നപ്പോഴത്തേക്ക് അവർ കുറേ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ നമ്മൾ എങ്ങനെയൊക്കെ സെറ്റാക്കി ഫൈനലി. ഇനി മെയിനായിട്ട് ഉള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവേനെ കൊണ്ടുവരിക, അവളെ പുതിയ സ്ഥലമൊക്കെ കാണിച്ചു കൊടുത്ത് ഇവിടുത്തെ ആളാക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. പിന്നെ ലൈവൊക്കെ ഇട്ട്, ഇന്ന് ടെസ്റ്റ് ലൈവൊക്കെ ഇട്ടു. കുഴപ്പമില്ല, ഓൾ ഗുഡ്, എല്ലാം സെറ്റായി. ഇന്നിപ്പോൾ കിരപ്പൻ അലീനയും പോയി. അപ്പോൾ നമ്മുടെ ഈ ഒരു വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. അടുപ്പിച്ച് ഇങ്ങനെ വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിച്ചല്ല. ശരിക്കും ഞാൻ ലൈവും വേറെ പരിപാടികളൊന്നുമില്ല. പിന്നെ ഞാൻ വിചാരിച്ച എല്ലാം ഷൂട്ട് ചെയ്ത് വ്ളോഗാക്കി ഇടാം. ഒരു എന്താ പറയുക, ഒരു കണ്ടിന്യൂഷനിൽ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചു. സോ ഇതുവരെ കണ്ടിന്യൂഷൻ ഉണ്ട്. നാളെയും അതായത് നാളെ എടുക്കാൻ പോണ വ്ളോഗിന് കണ്ടിന്യൂഷൻ ഉണ്ടാവും. നിങ്ങൾ തരുന്ന സപ്പോർട്ട് ഭയങ്കര വലുതാണ്. ഭയങ്കര നല്ല ഫീഡ്ബാക്സ് ആണ് നിങ്ങൾ പറയുന്നതൊക്കെ. അതുകൊണ്ട് വ്ളോഗ് ഇടാനൊരു ഒരു മോട്ടിവേഷനാണ്. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അറിയാലോ, ലൈക്ക് പരിപാടികളൊക്കെ ചെയ്യാം. അപ്പോൾ ബൈ ഗൈസ്, അടുത്ത വ്ളോഗായിട്ട് വരാം. അടുത്ത് നമ്മൾ കിരപ്പൻ്റെ ബർത്ത്ഡേ സർപ്രൈസ് പ്ലസ് എല്ലാം കൂടി ഉള്ള ഒരു വ്ളോഗായിരിക്കും. ഓക്കെ, അപ്പോൾ സ്റ്റേ ട്യൂൺ ഗൈസ്. ബൈ ബൈ, ടാറ്റാ.